young girl graduates from a university, she comes back and her parents congratulate her in Malayalam. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി കോളേജ് പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പരീക്ഷ പാസ്സായി വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തിലാണ്. Maybe when somebody loses his brother, he tells his other brother in Malayalam. ഒരാളൊരു തന്റെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടാൽ ആ വിവരം അതിന്റെ അടുത്ത സഹോദരനെ അറിയിക്കുന്നതും ഇതേ ഭാഷയിൽ തന്നെയാണ്. So Malayalam is Kerala and Kerala is Malayalam. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് കേരളമാണ്, കേരളം എന്ന് പറയുന്നത് മലയാളമാണ്. And so I get really surprised when I hear the Prime Minister giving speeches where he says one nation, one language, one leader, one religion. അപ്പൊ അതുകൊണ്ട് ഈ വൈവിധ്യം മറന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയും ഒറ്റ രാജ്യം, ഒറ്റ ഭാഷ, ഒറ്റ സംസ്കാരം എന്നെല്ലാം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ഈ രീതികൾ അദ്ദേഹം മറന്നുപോകുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. How can you tell the Tamil people that they should not speak Tamil, or the people of Kerala that they should not speak Malayalam, or the people of Bengal that they should not speak Bengali? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക മലയാളികളോട് മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, തമിഴ്നാട്ടുകാരോട് തമിഴ് ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ബംഗാളികളോട് ബംഗാളി ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? Every single Indian language is as important as every other language. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഷകളും മറ്റേത് ഭാഷകൾ പോലെയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അതുപോലെ തന്നെ എല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ തനിമയും പ്രാധാന്യവും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. And so the BJP does this with language, it does this with where you're from, it does this with your caste, it does this with your religion. Wherever they get an opportunity, they divide our country.